അദ്ദേഹം നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം 500 മീറ്ററാണ് മുണ്ടക്കൈ ടൗൺ വരുന്ന ഭാഗത്തേക്കുള്ളത്. നമ്മൾ ഈ പറയുന്ന ഭാഗം മുണ്ടക്കൈ ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഏകദേശം 500 മീറ്റർ സഞ്ചരിച്ചാൽ ഈ പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ഭാഗത്തെത്തും. ഈ പുഞ്ചിരിമറ്റം ഭാഗത്ത് മുതൽ തന്നെ മുണ്ടക്കൈയുടെ ഒരു അതിർത്തി പ്രദേശമാണ്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് തന്നെ വയനാട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന അതിർത്തി പ്രദേശമാണ്. മറ്റ് മുണ്ടക്കൈ കഴിഞ്ഞാൽ പിന്നീടുള്ളത് നിലമ്പൂർ കാടുകളും പിന്നെ അവിടും മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈയുടെ ഒരു അതിർത്തി പ്രദേശം ഈ ഒരു പുഞ്ചിരിമറ്റം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ 100 കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ആ ഒരു മേഖല കടന്നു വന്നാൽ 500 മീറ്റർ ഇപ്പുറത്ത് മുണ്ടക്കൈ ടൗൺ ഉണ്ട്. മുണ്ടക്കൈ ടൗണിനോട് ചേർന്ന് തന്നെയാണ് മുണ്ടക്കൈ ജുമാ മസ്ജിദ് ഉള്ളത്. പക്ഷെ നമ്മളോട് രാവിലെ ടൗണിനോട് ചേർന്ന് തന്നെയാണ് മുണ്ടക്കൈ ജുമാ മസ്ജിദ് ഉള്ളത്. നമ്മുടെ അവിടെയുള്ള ഒരു റഫീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്മോട് പങ്കുവെച്ചത് അദ്ദേഹം 30ഓളം ആളുകൾ അവിടെ മുണ്ടക്കൈ മദ്രസയിൽ നീ നേരത്തെ എണീറ്റോ? പിള്ളേർ എണീറ്റില്ലടി? ഓ അതുങ്ങളെ രാത്രി മുഴുവൻ ഗെയിമും കളിച്ചിരുന്നിട്ട് രാവിലെ എണീക്കുവോ? വിളിച്ച് ബാക്കിയുള്ളവന്റെ ഇടപാട് തീരും. വയനാട്ടിലെ ഉരുളുപൊട്ടൽ വാട്സാപ്പിൽ കണ്ടു. എന്ത് കഷ്ടമല്ലേ. ഹോ, എത്ര ജീവനാ മണ്ണിനടി പോയെ. മരിച്ചവർ ആരാണെന്ന് പോലും അറിയില്ല. മരം വെട്ടിയ മഴ പെയ്യലായിരുന്നു പറഞ്ഞായിരുന്നല്ലോ ബഹളം. ഇപ്പൊ ഈ മഴയൊക്കെ എവിടുന്നാ? കഴിഞ്ഞ വർഷം ഇവിടെ മരുഭൂമിയിൽ പ്രളയം ഉണ്ടായില്ലേ? ഇപ്പൊ മഴയ്ക്കാണെ കാലമില്ല ദേശവും. അതെ, അവൻ കാപ്പ് കുടിക്കാൻ വരുന്നുണ്ട്. ഞാൻ 2 ചപ്പാത്തി കൂടെ വേഗം ചുടട്ടെ, പിന്നെ വിളിക്കാം. ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന നിരവധി കുടുംബങ്ങൾ 50ഓളം വീടുകൾ ആ ഭാഗത്തുണ്ട്. പുഞ്ചിരിമറ്റം ഭാഗത്ത് 100ഓളം വീടുകളുണ്ട്. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് എസ്റ്റേറ്റ് പാടികളുണ്ട്. ആ പാടികൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള എസ്റ്റേറ്റ് പാടികൾ. ആ പാടികൾ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു മുമ്പ് മറ്റൊരു ദൃശ്യം കണ്ടായിരുന്നു. പാടിയോട് ചേർന്ന് നിൽക്കുന്ന അവിടെ ഒരു എസ്റ്റേറ്റ് ഫാക്ടറി ഉണ്ട്. പക്ഷെ ആ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് ഈ പൊട്ടിയൊലിച്ച ഭാഗങ്ങളിൽ രാവിലെ ടിവി നോക്കിയിരിക്കണേ. നീ ഇന്നത്തെ പത്രം കണ്ടില്ലേ? എത്ര പേരാ പാവങ്ങൾ മരിച്ചേക്കുന്നേ? അതെങ്ങനെയാ? പത്രക്കാരും ടിവിക്കാരും ഒന്ന് കിട്ടാൻ നോക്കിയിരിക്കുക. ഉരുൾപൊട്ടി തുടങ്ങിയ സ്ഥലം, വന്ന സ്ഥലം, പോയ സ്ഥലം, അവർക്ക് അതിന് മാത്രമേ സമയമുള്ളൂ. ഇനി അവർക്ക് കിട്ടാനുള്ള കിട്ടി. ഇവനോടൊക്കെ എന്നാ പറയാ? ശബ്ദത്തോട് കൂടി തന്നെ നീ എന്താ സിനിമ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഓ, ഉരുൾപൊട്ടി ഞാൻ ചത്തോന്നറിയാനാണോ അവള് വിളിച്ചേ? സുരക്ഷിതമായി ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടെങ്കിൽ വലിയ അവള് ബർത്ത്ഡേ വിഷയം വിളിച്ചതാ, അല്ല നീ ചത്തോന്നറിയാൻ വിളിച്ചതല്ല. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഹലോ ജിൻസേ. ആ പറയടാ. ഓ എന്നാ ഞാൻ വേഗം വരാം. എങ്ങോട്ടാടാ? ജിൻസ് പുതിയ ആംഗിൾസ് മേടിച്ചിട്ടുണ്ട്, അതൊന്ന് കാണാൻ പോവാ. ആംഗിൾസോ? ആ ചൂണ്ടയില്ലേ, ചൂണ്ട. എടാ ഭയങ്കര മഴയല്ലേടാ? അല്ലെങ്കിൽ ഈ മഴയത്ത് മുഴുവൻ തെളിത്തെറിച്ച് കിടക്കുക. അന്നേരം അവന്റെ ഒരു പണിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എങ്ങോട്ടാ? പുറത്ത് വരാം. മീൻ പിടിക്കാൻ അവൻ മീൻ പിടിച്ചിട്ട് വേണ്ട ഇവിടെ കഞ്ഞി കുടിക്കാൻ. എടാ ഇന്നിന്റെ പിറന്നാളാ. ഇന്നെങ്കിലും ഒരുമിച്ച് കഴിക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പത്തേനും നീ വരികയല്ലേ? ആ നോക്കാം. കണ്ടോടാ മോനെ, നോക്കട്ടെ. കൊള്ളാം, കിടിലം, കൊള്ളാം, അടിപൊളി. പിന്നെ കേറ് കേറ് കേറ്. നീ വണ്ടി എടുത്തേ. വിളിക്കാം. അവന്മാരുടെ നിങ്ങൾക്ക് എത്ര നേരം ഇരിക്കുന്നറിയോ?
പിന്നാലെ കോട്ടയത്ത് നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത കൂടി. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. പുഴയിൽ ചൂണ്ടയിടാനായി എത്തിയ 4 അംഗ സംഘത്തിലെ 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ദാടാ നിന്റെ ഫോൺ. ഓരോ അതിജീവനവും ചില മുറിപ്പാടുകൾ ബാക്കി വയ്ക്കും, നാളേക്കുള്ള ഓർമ്മപ്പെടുത്തലായി.